Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് യൂട്യൂബേഴ്സ് ആയിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഉപകരിക്കപ്പെടുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. മോണിറ്റൈസ് ആയിട്ടുള്ള ചാനലുകൾക്കാണ് ഈ ഒരു ഓപ്ഷൻ ഇപ്പോൾ കിട്ടുന്നത്. അപ്പോൾ മോണിറ്റൈസ് ആവാത്തവർ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. എന്നിരുന്നാലേ ഈ കാര്യം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ കഴിയുള്ളൂ. ഇത് നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മോണിറ്റൈസ് ആയിട്ടുള്ള ചാനലുകൾക്കാണ് ഇപ്പോൾ ഇത് കിട്ടുന്നത്. കാരണം മോണിറ്റൈസ് ആയിട്ടുള്ളവർക്കാണ് ഈ ഒരു ഓപ്ഷൻ നിലവിലുള്ളത് കേട്ടോ. ഒന്ന് മെമ്പർഷിപ്പിൽ വന്ന മാറ്റമാണ്. മെമ്പർഷിപ്പിൽ നിങ്ങൾക്കറിയാം, മുമ്പ് ഒരു മാസത്തെ മാത്രമേ കട്ട് ചെയ്യുമായിരുന്നുള്ളൂ. ഒരു മാസം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കായി ഒഴിവാകും. അതായത് പിന്നെ അവരുടെ പേയ്മെൻറ്റ് കട്ട് ചെയ്യുമായിരുന്നില്ല. ഇപ്പോൾ അതിലൊരു ഭേദഗതി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ മോണിറ്റൈസ് ആയിട്ടുള്ള ചാനലുകൾക്കൊക്കെ ഏണിങ്സ് ഈ ഡിസംബർ മാസത്തിൽ വർദ്ധിക്കുന്നതായിരിക്കും. അതിൻ്റെ CPM ഒക്കെ കൂടുതലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഒരുപാട് ഡൗൺ ആയിരുന്നു. എല്ലാ കാര്യങ്ങളും ഡൗൺ ആയിരുന്നു. അതെല്ലാം മാറ്റങ്ങളോടുകൂടി ഇപ്പോൾ ഈ ഒരു ഡിസംബറിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2022 കടക്കുന്നതോടുകൂടി യൂട്യൂബിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ യൂട്യൂബിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഒരു മോട്ടിവേഷൻ കൂടിയാണ് ഇത്തരത്തിലുള്ള യൂട്യൂബ് നല്ല നല്ല അപ്ഡേറ്റ് കൊണ്ടുവരുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ചാനൽ ഡാഷ്ബോർഡിൽ ക്രോമിലാണ് ഇത്തരത്തിൽ കാണുന്നത്, ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് വ്യൂസും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഓപ്പൺ ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ നോട്ടിഫിക്കേഷൻ കണ്ടത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ലേൺ മോർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ആദ്യം ഇവിടെ YT സ്റ്റുഡിയോയിൽ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ഡാഷ്ബോർഡിൽ തന്നെ ഇവിടെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് കിടക്കുന്നുണ്ട്. Recurring payments are available for new channel members in India again. Non-recurring payments are no longer available എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ സീം ഡീറ്റെയിൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പേജിലേക്ക് പോകുന്നതായിരിക്കും. ഇവിടെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. ഇതിൻ്റെ മുമ്പ് അപ്ഡേറ്റ് ഞാൻ പറഞ്ഞതാണ്, ഒരു മാസത്തെ മാത്രമേ കട്ടാവുകയുള്ളൂ. അതിനുശേഷം മെമ്പർഷിപ്പ് എടുത്ത വ്യക്തികളുടെ പേയ്മെൻറ്റ് കട്ടാവുന്നതല്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് ക്യാൻസലായി പോകുന്നതായിരിക്കും എന്നായിരുന്നു മുമ്പ് ഒരു അപ്ഡേറ്റ് വന്നത്. അപ്പോൾ ഇനി ആ ഒരു അപ്ഡേറ്റ് കിട്ടുന്നതല്ല. അതായത് ആ ഒരു അപ്ഡേറ്റ് ചെയ്തവർക്ക് ആ ഒരു മാസം കഴിഞ്ഞാൽ ക്യാൻസലാവും. പിന്നീട് അവർക്ക് ഒരു നോട്ടിഫിക്കേഷനും കൂടി കൊടുക്കും, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണോ എന്നുള്ളതിനെ കുറിച്ചിട്ട്. ഇനി പുതുതായിട്ട് മെമ്പർഷിപ്പ് എടുക്കുന്നവരുടെ മാസം ഇപ്പോൾ നമ്മുടെ കയ്യിൽ 59 രൂപയാണ്, അത് കട്ടായിക്കൊണ്ടേയിരിക്കും. അതായത് മാസം കട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പഴയ ആ ഒരു മോഡലിലേക്ക് തന്നെ പോയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രവണതയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊരു ചെറിയൊരു ഡൊണേഷനാണ്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ളവർ നമുക്ക് സ്നേഹ സമ്മാനമായി തരുന്ന ചെറിയൊരു ഡൊണേഷൻ. ഓക്കെ, അതിലൂടെ നമ്മൾക്ക് സാധിക്കുന്ന രീതിയിലുള്ള ഹെൽപ്പ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അത് ഓരോരുത്തരുടെ ഓരോ രീതിയിലാണ് കേട്ടോ. ഓരോ മെമ്പർഷിപ്പിനും ഓരോരോ രീതികളാണ് ഓരോ ചാനലുകളും വെക്കുന്നത്. നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നു. അത് മെമ്പർഷിപ്പ് എടുത്തവർക്കേ കമ്മ്യൂണിറ്റി ടാബിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അതിലൂടെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ 59 രൂപ വെച്ചിട്ട് നമ്മുടെ നമ്പർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ താല്പര്യമാണ്. നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് പേര് ഇത്തരത്തിൽ ജോയിൻറ്റ് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. എന്നോട് അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ചോദിക്കാറുമില്ല. പക്ഷേ എന്നോടുള്ള സ്നേഹം കൊണ്ട് നമ്മുടെ YCM ഫാമിലിയിൽ ഒരുപാട് പേര് ഇത്തരത്തിൽ ജോയിൻറ്റ് മെമ്പർഷിപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ജോയിൻറ്റ് മെമ്പർഷിപ്പിൻ്റെ ആ ഒരു കാര്യം കാണിച്ചു തരാം, എത്രത്തോളം ഇപ്പോൾ ഡൗൺ ആയിട്ടുണ്ടെന്ന്. കാരണം ഒരു മാസം മാത്രം ചെയ്യുന്നവർ ആ ഒരു മാസത്തോടു കൂടി ക്യാൻസലാക്കി, അത് ഓട്ടോമാറ്റിക് ക്യാൻസലായി പോകുമ്പോൾ എനിക്ക് വളരെ നഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരുപാട് മെമ്പർഷിപ്പ് ഇത്തരത്തിൽ പോയിട്ടുണ്ട് എൻ്റെ. ഞാൻ ഇവിടെ കാണിച്ചു തരാം കേട്ടോ മെമ്പർഷിപ്പ് എന്നുള്ളത്. ഓക്കെ, മെമ്പർഷിപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 68 ഉണ്ടായിരുന്നതാണ്. 78 ഫാമിലി മെമ്പേഴ്സ് ഇത്തരത്തിൽ ജോയിൻറ്റ് മെമ്പർഷിപ്പ് എടുത്തവിടെ എനിക്ക് ഇപ്പോൾ ആകെ ഉള്ളത് 22 പേര് ഇപ്പോൾ പോയിട്ടുണ്ട്. ഓക്കെ, $34 എന്തോ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. $34.47 ആ ഒരു ഇത്രയും പേര് നമ്മുടെ വ്യക്തികൾ ജോയിൻ ചെയ്യുക വഴി നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതാണ്. കുറച്ച് ക്യാഷ് യൂട്യൂബ് എടുത്തിട്ടാണ്, ബാക്കിയുള്ള ക്യാഷ് നമുക്ക് ആഡ്സൻസിലൂടെയാണ് ഈ ഒരു ഡോളർ നമ്മുടെ അപ്ഡേറ്റ് ആയി കയറുക. അപ്പോൾ ഇപ്പോൾ ഇവിടെ കണ്ടോ, ക്യാൻസലേഷൻ ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ 22 പേര് പോയിട്ടുണ്ട്. ഓക്കെ, മെമ്പർഷിപ്പ് നമുക്ക് പോയിരിക്കുന്നത് 22ആണ്. ടോട്ടൽ മെമ്പർഷിപ്പ് 42 പേരേ ഉള്ളൂ. കണ്ടോ, 42 പേരേ ഉള്ളൂ. എനിക്ക് 78 പേരുണ്ടായിരുന്നതാണ്. ഈ ഒരു പഴയ അപ്ഡേറ്റ് വരുന്നതിന് മുമ്പേ ഉള്ളവരായിരുന്നു.
78 പേര് നിലനിന്ന് വന്നതായിരുന്നു. ഇപ്പോൾ എനിക്ക് 22 പേരോളം പോയി. അപ്പോൾ ഓരോ മാസത്തിലും പഴയ അപ്ഡേറ്റ് കണക്ക് നോക്കുമ്പോൾ തീർച്ചയായിട്ടും മെമ്പർഷിപ്പ് കൊണ്ട് ഒരു ഉപകാരമില്ലാത്ത അവസ്ഥയായി മാറി. ആ ഒരു ഫീച്ചർ യൂട്യൂബ് വെറുതെ തന്ന പോലെയായി. അപ്പോൾ ഇത് ഒരിക്കലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കട്ടായി കൊണ്ടിരിക്കണം എന്നുള്ള രീതിക്കല്ല, ഒരു ചെറിയ സ്നേഹ സമ്മാനം എന്നുള്ള രീതിക്ക് അവർ ഡൊണേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഒരുപാട് വ്യക്തികൾ വീണ്ടും റീജോയിൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു യൂട്യൂബിൻ്റെ ഈ ഒരു അപ്ഡേറ്റ് കണ്ട് എനിക്ക് റീജോയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുഴപ്പമില്ല, സാരമില്ല എന്നൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് യൂട്യൂബിന് തന്നെ അടിപറ്റാൻ തുടങ്ങി. യൂട്യൂബ് ഇത്തരത്തിൽ ഓരോ അപ്ഡേറ്റ് കൊണ്ടുവരുമ്പോൾ എപ്പോഴും വ്യൂവേഴ്സിനും ക്രിയേറ്റേഴ്സിനും എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമായിട്ടുള്ളതായിരിക്കണം. ഇപ്പോൾ നമ്മൾ അറിയാമല്ലോ, ഇപ്പോൾ ഹോം സ്ക്രീനിൽ തന്നെ വീഡിയോസ് പ്ലേ ആവുന്ന അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ട് അതിലൊരു ഗുണവും ലഭിക്കാത്ത പോലെയുള്ള ഇത്തരത്തിലുള്ള അപ്ഡേറ്റ് ഒക്കെ യൂട്യൂബ് കൊണ്ടുവരുമ്പോൾ അതിൽ ആർക്കും ഒരു ഗുണവുമില്ല. ഓക്കെ, വ്യൂവേഴ്സിന് ഗുണം തന്നെയാണ്, വീഡിയോ ആർട്സ് ഇല്ലാണ്ട് കാണുന്നത് അവർക്കൊരു ഗുണം തന്നെ. പക്ഷേ ഇതിൽ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള നമ്മളെപ്പോലെ ഓരോരുത്തരും കഷ്ടപ്പെട്ട് വീഡിയോസ് എടുക്കുന്നത് സമയം സന്ദർഭവും എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ അവർക്കൊന്നും ഗുണമില്ലാത്ത പോലെ യൂട്യൂബ് ഇത്തരത്തിൽ ഓരോ അപ്ഡേറ്റ് കൊണ്ടുവന്നാൽ അത് തികച്ചും നിലനിൽക്കുന്നതല്ല. ഓക്കെ, തീർച്ചയായിട്ടും അത് നിലനിന്ന് പോകുന്നതല്ല. അങ്ങനെ ഒരു അപ്ഡേറ്റ് ആയിരുന്നു മെമ്പർഷിപ്പിൽ മുമ്പ് വന്നത്. ആ ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുതുതായിട്ട് പഴയ രീതിയിലേക്ക് തന്നെ മാറ്റി ചിന്തിച്ച് ഇപ്പോൾ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഒരിക്കൽ ജോയിൻ ചെയ്യുന്നവരുടെ മാസം ഏണിങ്സ് ആ ഒരു 59 രൂപയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായി കട്ടാവും. അപ്പോൾ അങ്ങനെ കട്ടാവണ്ട എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും അത് ക്യാൻസൽ ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഒരിക്കൽ ജോയിൻ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു മാസം യൂസ് ചെയ്തിട്ട് വീണ്ടും അവർക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ചിലവർക്ക് തുടർന്ന് നിന്ന് പോകണം. അതിൽ ഓരോ ബാഡ്ജ് ഒക്കെ കിട്ടും, ഓരോ കളറിനനുസരിച്ച് ബാഡ്ജ് കിട്ടും. അപ്പോൾ പഴമക്കാരാരാണ് എന്നുള്ള ആ ഒരു രീതി ആ ബാഡ്ജ് നോക്കി മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ ഫാമിലിയിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള നല്ല പഴക്കമുള്ള ഫാമിലി മെമ്പേഴ്സായിട്ട് തുടരണം എന്ന ആഗ്രഹമുള്ളവർ ആ ഒരു മെമ്പർഷിപ്പ് കീപ്പ് ചെയ്ത് കൊണ്ടുപോകും. നമുക്കൊരു ചെറിയൊരു ഗിഫ്റ്റ് പോലെ തന്ന് കീപ്പ് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള മെമ്പർഷിപ്പിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഏണിങ്സിൽ ഇപ്രാവശ്യം നല്ലൊരു മാറ്റം വരുന്നുണ്ട്. ഈ ഡിസംബറിൽ നിങ്ങളെല്ലാവരും വീഡിയോസ് നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. നല്ലൊരു മാറ്റം തന്നെയാണ്. RPM ഒക്കെ വളരെയധികം കൂടുന്നുണ്ട്. ഒരുപാട് പേർക്ക് ക്യാഷ് കൂടുതൽ തന്നെ ഈ മാസം വരും. കഴിഞ്ഞ മാസത്തിനെ അപേക്ഷിച്ച് നവംബറിലൊക്കെ ഒരുപാട് ഡൗൺ ആയിരുന്നു, ചാനൽ കുത്തനെ ഡൗൺ ആയി പോകുന്ന അവസ്ഥയായിരുന്നു. ഇതിൽ ഏണിങ്സ് ഒക്കെ നന്നായിട്ട് കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടുകയൊന്നും വേണ്ട. ഉള്ള വ്യൂസ് അധികരിപ്പിച്ച് വീഡിയോസ് ഇടുക, റെഗുലറായിട്ട് വീഡിയോസ് ഇടുക. നിങ്ങളുടെ ചാനലിൻ്റെ ഗ്രോത്ത് എത്രത്തോളമാണെന്നുള്ളത് നിങ്ങൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതിലാണ്, എഡിറ്റ് ചെയ്യുന്നതിൽ നല്ല രീതിയിൽ തന്നെ ക്വാളിറ്റിയിൽ എഡിറ്റ് ചെയ്യുക, നല്ല രീതിയിൽ ക്വാളിറ്റി വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, നല്ല വോയിസ് ക്വാളിറ്റി, മൈക്കൊക്കെ എന്തായാലും ഒരു മൈക്കൊക്കെ ഉപയോഗിച്ച് ചെയ്യുക. അങ്ങനെ നല്ല ക്വാളിറ്റി ചെയ്യുക കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും വ്യൂസ് ഒക്കെ അധികരിക്കും. ഓഡിയൻസ് റിട്ടൻഷൻ അധികരിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ വീഡിയോ വൈറലാവും. ഈ ഒരു കാര്യം എന്തായാലും മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ. ചെറിയൊരു അപ്ഡേറ്റ് പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാണ്. അപ്പോൾ ഈ മെമ്പർഷിപ്പിൽ മാറ്റം വന്നത് എന്തായാലും ഏണിങ്സ് കിട്ടുന്ന ചാനലുകൾക്കൊക്കെ ഉപകാരം തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇതുപോലെ പുതിയ അപ്ഡേറ്റ്, പുതിയ യൂട്യൂബ് സംബന്ധിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ് വരുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എന്തൊരു മാറ്റം വന്നാലും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.